ദുലീപ് ട്രോഫി മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമായിരിക്കുകയാണ്. ഇന്ന് 2 മത്സരങ്ങളാണ് ഇപ്പോൾ പാരലലായി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യ ബിയെ നേരിടുമ്പോൾ ഇന്ത്യ സിയും ഇന്ത്യ ഡിയും തമ്മിലുള്ള മത്സരവും ഇപ്പോൾ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ദുലീപ് ട്രോഫിയിലേക്ക് നമ്മൾ നേരത്തെ റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചതുപോലെ സർപ്രൈസ് എൻട്രി തന്നെയാണ് ഇപ്പോൾ സഞ്ജു സാംസൺ നടത്തിയിരിക്കുന്നത്. സൂര്യകുമാർ യാദവ്, ഇഷൻ കിഷൻ എന്നീ താരങ്ങൾ നേരത്തെ തന്നെ പരിക്കിന്റെ പിടിയിലായിരുന്നു. ഇപ്പോൾ ഇഷൻ കിഷന് പകരക്കാരനായാണ് സഞ്ജു സാംസണെ ഇന്ത്യ ഡി ടീമിന്റെ ഭാഗമാക്കി ഇപ്പോൾ BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. സഞ്ജുവിന് പുറമെ KS ഭരത്താണ് ടീമിലുള്ള മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ. ഇന്ന് ഇന്ത്യൻ ഡി ടീമിന്റെ ആദ്യ മത്സരത്തിൽ സഞ്ജു സാംസൺ കളിക്കുന്നില്ല. നിലവിൽ സ്ക്വാഡിനൊപ്പം സഞ്ജു ചേർന്നിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി വൈകിയാണ് സഞ്ജുവിനെ ഇഷൻ കിഷന്റെ റീപ്ലേസ്മെന്റായി BCCI പ്രഖ്യാപിച്ചത്. മറുഭാഗത്ത് ഇന്നത്തെ മത്സരത്തിൽ ശ്രേയസ് അയ്യരുടെ കീഴിലിറങ്ങിയ ഇന്ത്യൻ ഡി ടീം തകർന്നടിയുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. ഇന്ത്യൻ സി ടീമിനെതിരായ മത്സരത്തിൽ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്ത ടീം ഡി 34-5 എന്ന നിലയിൽ തകർന്നിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ, KS ഭരത് ഉൾപ്പെടെയുള്ള താരങ്ങൾക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരു കോൺട്രിബ്യൂഷനും നൽകാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ സഞ്ജു ടീമിലേക്ക് എത്തിയാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം തെളിയുമെന്നുള്ള കാര്യം ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മറുഭാഗത്ത് സഞ്ജുവിനെ ടീമിലെത്തിച്ച ശ്രദ്ധേയമായ നീക്കത്തിന് പിന്നിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ ഇടപെടൽ തന്നെയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ ഇനി അവസരം കിട്ടാത്ത താരങ്ങൾക്ക് കൂടുതൽ ചാൻസുകൾ നൽകാൻ തന്നെയാണ് താൻ ശ്രമിക്കുന്നത് എന്ന് ഗംഭീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ടെസ്റ്റ് ടീമിന്റെ ഭാഗമായും സഞ്ജുവിനെ പരിഗണിക്കാനുള്ള നീക്കം തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് അരങ്ങേറ്റത്തിനുള്ള അവസരം ലഭിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും ദുലീപ് ട്രോഫിയിലെ പ്രകടനം ഇവിടെ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാകും. നിലവിൽ ഇഷൻ കിഷൻ പരിക്കേറ്റ് പുറത്തായതും ബംഗ്ലാദേശ് പരമ്പരയിലേക്കുള്ള സഞ്ജുവിന്റെ ചാൻസ് ഇവിടെ കൂട്ടുകയാണ്. അപ്പോൾ ദുലീപ് ട്രോഫിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ആദ്യം അറിയുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.